ഹായ് ഹലോ അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു വിശേഷമായിട്ട് ഞാനിതാ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതാ നമ്മുടെ തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. സോറി, എനിക്കറിയാം കുറച്ച് വൈകി എന്നുള്ളത്. നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പ്രതീക്ഷിക്കാത്ത കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, അതായത് തൃക്കാർത്തികയുടെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ കുറച്ച് വൈകി പോയത് കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ തിരക്ക്, അതല്ലെങ്കിൽ സ്കൂളിലെ തിരക്ക്, അതല്ലെങ്കിൽ യൂട്യൂബിൻ്റെ തിരക്ക്, അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമയം തികയാതെ വരുന്ന ചില സമയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു തിരക്ക് മൂലമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കുറച്ച് വൈകിപ്പോയത്, സോറി. അപ്പോൾ ദാ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വിളക്കുകൾ നമ്മളിത് മുൻവശത്ത് ഈ രീതിയിലാണ് ദീപങ്ങൾ അലങ്കരിച്ചിട്ടുള്ളത് കേട്ടോ. സ്റ്റെപ്പുകളിൽ നമ്മൾ ആ രീതിയിൽ അലങ്കരിച്ചു, അതുപോലെ തന്നെ മുറ്റത്തും അലങ്കരിച്ചു. പിന്നെ ഇതാ നമ്മൾ സിറ്റ് ഔട്ടിൽ നിലവിളക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കുറച്ച് ചിരാതുകൾ അവിടെയും നമ്മൾ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്നല്ല, ഇപ്പോൾ 2-3 വർഷമായിട്ട് മക്കൾ കൂടെ സപ്പോർട്ടായിട്ട് അവർ കൂടെ നിൽക്കാറുണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ ഞാൻ അവരെ മാക്സിമം അടുപ്പിക്കാറില്ല, കാരണം എണ്ണയും തീയും ഒക്കെ അല്ലേ. പക്ഷെ ഇപ്പോൾ വലിയ കുട്ടികളായപ്പോൾ എന്നേക്കാൾ കൂടുതൽ അവരാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉഷാറായിട്ട് ഇറങ്ങി തിരിക്കാറ് കേട്ടോ. അവരുടെ സന്തോഷമല്ലേ അല്ലേ നമ്മുടെയും സന്തോഷം. കുട്ടികൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ അല്ലേ. അപ്പോൾ ദാ നമ്മൾ മതിലിലൂടെയും ബാക്കിയുള്ള കുറച്ച് വിളക്കുകൾ മതിലിലൂടെയും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ദാ മനുമോനും പൊന്നി കാര്യമായിട്ട് ഇങ്ങനെ വിളക്ക് വെക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനതൊന്ന് പകർത്തിയെടുത്തതാണ്. ഇത് പിന്നെ പൊന്നൂസ് അതാ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ദാ എന്നെ കണ്ടില്ല എന്ന് പറയരുത്, ഞാനും അവിടെ കാര്യമായിട്ട് നല്ല തിരക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തൃക്കാർത്തിക ദിവസം കിട്ടിയ മറ്റൊരു സർപ്രൈസ് വിളക്ക് എന്നുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ പ്രപഞ്ച വിളക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഇത്തരം കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലാതെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്കായിട്ട് ഞാൻ അവിടെ പകർത്തിയെടുത്തതാണ്, ഒന്ന് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ദിവസം നമ്മുടെ വീട്ടിൽ ഈ വിളക്കുകളൊക്കെ നോക്കി നമ്മുടെ പ്രപഞ്ച ശക്തി അവിടെ നോക്കി നിൽക്കുകയാണ് നമ്മളെ എന്ന് പറഞ്ഞു ഞാൻ മക്കളോട്. അപ്പോൾ അവരെന്നെ വെറുതെ കളിയാക്കി ചിരിച്ചു, ഈ അമ്മയുടെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിച്ചു കേട്ടോ. ഇതാ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും വിളക്കൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മോൻകുട്ടനൊരു ആഗ്രഹം തോന്നി, അമ്മേ ഞാൻ പുറത്തൊന്ന് പോയിട്ട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ആളുടെ കുറച്ച് വികൃതികളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റോഡായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നേരം അവനെ പുറത്ത് നിൽക്കാൻ സമ്മതിച്ചില്ല, വേഗം അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അതാ മോൻകുട്ടൻ വീടിൻ്റെ പുറത്ത് നിന്ന് പകർത്തിയെടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ പൊന്നൂസിന് മറ്റൊരു ആഗ്രഹം, അമ്മേ ഞാൻ ഒന്ന് വിളക്ക് വെച്ചിട്ട് ഡാൻസ് കളിച്ചോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ കുട്ടികളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ അല്ലേ. ഞാൻ കാര്യമായിട്ട് ആളെ പ്രോത്സാഹിപ്പിച്ചു. അറിയുമെങ്കിൽ അറിയുന്ന പോലെ എന്തെങ്കിലും 2 സ്റ്റെപ്പ് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അതുപോലെ ചെയ്തു. ഞാനത് വീഡിയോയിൽ പകർത്തിയെടുത്തു. അവളുടെ ഒരു സന്തോഷത്തിന് അങ്ങനെ ആ ഒരു കലാപരിപാടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയൊക്കെയുള്ള ഒരു കുഞ്ഞു വിശേഷം. ഇനി അടുത്തൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.